രാവിലത്തെയാണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. ചപ്പാത്തിയും കുറുമയും. കുറുമ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ വെജിറ്റബിൾസും ഒന്നും ഇവിടെ ഇല്ല. ഉള്ള വെജിറ്റബിൾസ് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഉള്ള വെജിറ്റബിൾസ് ഇട്ട് ഉണ്ടാക്കിയാൽ മതിയല്ലോ. പട്ടാണി എന്നാലും തലേ ദിവസം കുതിർക്കാൻ മറന്നുപോയി. അത് കാരണം ആദ്യം ചപ്പാത്തി ഉണ്ടാക്കാം നമുക്ക്. ഞാൻ കുറച്ച് മാവ് ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. മാവല്ല, ഗോതമ്പ് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ആശീർവാദ ആട്ടയാണ് ഉപയോഗിക്കല്. അപ്പം ആദ്യം എങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കുക. ചപ്പാത്തി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം. എന്നാലും പിന്നെ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി എടുക്കുന്നുള്ളൂ, ഞാൻ മാത്രമേ കഴിക്കാറുള്ളൂ. ഞാൻ അങ്ങനെ വീഡിയോയിൽ പറഞ്ഞു. ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടില്. എൻ്റെ ഹസ്ബൻഡും മക്കളൊക്കെ ബാംഗ്ലൂരാണ്. ഞാനിവിടെ ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പൊ അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഒറ്റയ്ക്കാണ്. അടുത്ത ആൾക്കാരും സ്വന്തക്കാരൊക്കെ ഉണ്ട്. അപ്പൊ എന്നാൽ നമുക്ക് ചപ്പാത്തി ആദ്യം ഉണ്ടാക്കാം. അപ്പൊ ഞാൻ ഗോതമ്പ് ഇതവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതിലൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഞാൻ ഉപ്പും ഇട്ടിട്ട് വെള്ളം കുഴച്ച് വെച്ചതാണ്. എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് ഓരോ ചപ്പാത്തിയായിട്ട് ഉണ്ടാക്കാം. അധികം ചപ്പാത്തി ചെറുതും ഉണ്ടാക്കാം, വലുതും ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഏതാണോ എങ്ങനെയാണോ വെച്ചാൽ അങ്ങനെ ഉണ്ടാക്കാം. അപ്പം ഞാൻ എൻ്റെ മോൾക്കൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു രീതിയിലാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ചപ്പാത്തി. അപ്പം അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഒന്ന് പരത്തുക. എന്നിട്ട് കുറച്ച് മേലെ എണ്ണ സ്പ്രെഡ് ചെയ്യുക. ഇങ്ങനെ ബ്രഷ് ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. എൻ്റെ അടുത്ത് ബ്രഷ് ഇല്ല, അത് കാരണം ഞാൻ അതുകൊണ്ട് സ്പ്രെഡ് ചെയ്യണം. കുറേ വേണ്ട, അത് ചിലപ്പോൾ ഇതിലൊക്കെ ആവും. ഇനി അത് അപ്പുറം ഇപ്പുറം മടക്കിയിട്ട് ഇതാ ഒന്നും കൂടി സോഫ്റ്റ് ആവും ചെയ്യും. ഒരു ടേസ്റ്റും കൂടുതലുണ്ടാവും അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ. ഇതിൽ എണ്ണ അടിയിലുള്ള കാരണം കുറച്ച് എണ്ണയൊക്കെ ആവും. ഓരോ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് എണ്ണ വേണ്ടാത്തവർക്ക് എണ്ണ ഉപയോഗിക്കണ്ട കേട്ടോ. ഓയില് വേണ്ടവർക്ക് എണ്ണ ഇട്ടിട്ടുണ്ടാക്കുക. ഇപ്പം ചപ്പാത്തി വളരെ സോഫ്റ്റ് ആവും. അപ്പം നമ്മൾ വൈകുന്നേരം വരെ വെച്ചാലും ഒന്നും ആവില്ല. അല്ലെങ്കിലും ഒരു നല്ല ടൈറ്റായിട്ടുള്ള പാത്രത്തിൽ അടച്ചു വെക്കണം ചപ്പാത്തി ആയാലും എന്താ. അല്ലെങ്കിൽ കാറ്റ് കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് തണുത്തു പോകുമല്ലോ. അതൊക്കെ ഒരു സ്റ്റിക്കി ആയിട്ട് മാറിപ്പോകുമല്ലോ. കുറുമ വീട്ടിലുണ്ടാക്കണ കുറുമ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് കത്തിക്കാം. ചൂടാവണമെന്നില്ല. ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാം. ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്, ഉരുളക്കിഴങ്ങ്, ബീൻസ് ചെറുതായി അരിഞ്ഞത്, തക്കാളി, സവാള. ഈ സവാള ഞാനിതിലിട്ട് വേവിക്കുന്നില്ല, ബാക്കിയെല്ലാം ഇതിലിടാം. ഉരുളക്കിഴങ്ങ്, തക്കാളി, ക്യാരറ്റ്, ബീൻസ്. പട്ടാണി ഉള്ളവർക്ക് പട്ടാണി ഇടാം, പിന്നെ കോളിഫ്ലവർ ഉപയോഗിക്കാം. അങ്ങനെ വീട്ടിലുള്ള എല്ലാ പച്ചക്കറിയും പറ്റില്ല. കുറുമയ്ക്ക് ഒരു തരം പച്ചക്കറികളുണ്ടല്ലോ, അധികം ഉപയോഗിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇതെൻ്റെ അടുത്ത് ഇപ്പം അതേ ഉള്ളൂ. അപ്പം നമ്മളിപ്പോൾ വീട്ടിൽ കഴിക്കാൻ ഉണ്ടാക്കണല്ലേ, അപ്പം അതുകൊണ്ട് ഇതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. കുറേ വെള്ളമൊന്നും ഒഴിക്കേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവാനുള്ള വെള്ളം ഒഴിക്കുക. ഇനി കുറച്ച് ഉപ്പിടാം. പിന്നെ 1 സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. വേണമെങ്കിൽ പിന്നെ നോക്കിയിട്ട് ഉപ്പിട്ടാൽ മതി. ഉപ്പിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ചിലയിടത്തൊന്നും മഞ്ഞൾപ്പൊടി ഇടില്ല. ഞാനൊരു ലേശം ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. കുറുമ എന്ന് പറയുമ്പോൾ ഒരു ഏകദേശം വെള്ളയും ആയിട്ട് വെള്ളയാവില്ല, എന്നാലും ലേശം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഉപ്പ് ഇട്ടില്ലേ, ഇനി നമുക്കിത് അടച്ചു വെക്കാം. വെയിറ്റ് ഇടാം. ഒറ്റ വിസിൽ വന്നാൽ മതി.
ഇപ്പോൾ ഒരു അരപ്പ് തയ്യാറാക്കാം. അതിന് കുറച്ച് തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. അധികം അരക്കപ്പൊന്നും വേണ്ട, കുറച്ച് ക്വാണ്ടിറ്റി അല്ലേ ഉള്ളൂ. അതിലേക്ക് നമ്മൾ ഒരു കഷ്ണം ഇഞ്ചി, പച്ചമുളക് 2 എണ്ണം, പിന്നെ ഗ്രാമ്പു ഏലക്കായ ഒന്നിട്ടാൽ മതി. അതിൻ്റെ അധികം ഇത് വന്നു കഴിഞ്ഞാൽ ടേസ്റ്റ് മാറും. പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നെ ഒരു ഗ്രാമ്പു ഇടാം കേട്ടോ. പിന്നെ വെളുത്തുള്ളി ഒരു 2-3 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 3-4 അണ്ടിപ്പരിപ്പ്. ഇതെല്ലാം അതിന് ചേർത്തിട്ട് കുറച്ച് പെരിഞ്ജീരകം ഞാൻ ലേശത്തിലെടുത്തിട്ട് കേട്ടോ. ലേശം കുറച്ച് മതി, അധികം വേണ്ട. പെരിഞ്ജീരകം ഇതൊക്കെ ചേർത്ത് ലേശം വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. വെജിറ്റബിൾസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് കത്തിക്കാം ഒന്നുകൂടി. നമുക്ക് നമ്മൾ അരച്ചു വെച്ചത് ഇതിലേക്ക് ചേർക്കാം. എല്ലാം ചട്ടും കയ്യിലുണ്ടാവില്ല. കുറുമ എന്ന് പറയുന്നത് എൻ്റെ രീതിയിലുള്ള ഒരു കുറുമയാണ് കേട്ടോ. ഹോട്ടലത്തെ അതുപോലത്തെ ഒന്നും അല്ല. ഞാൻ വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു കുറുമയാണ്. അപ്പോൾ അതിൽ ചില തെറ്റുകളൊക്കെ ഉണ്ടാവും, ക്ഷമിക്കുക. അരപ്പ അതിൽ ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് തിളക്കട്ടെ. ചപ്പാത്തിക്ക്, അപ്പത്തേക്ക് ഒക്കെ കഴിക്കാവുന്നതാണ്. ചോറിലേക്കും കഴിക്കണവർക്ക് കഴിക്കാം. ചിലർക്കെല്ലാം ചപ്പാത്തിക്കും ഇതിലും കഴിക്കുന്ന ചോറിലേക്ക് ചിലർ കഴിക്കില്ലല്ലോ. അപ്പോൾ നമ്മളെ വീട്ടിൽ എന്ത് പച്ചക്കറിയാണോ ഉള്ളത് അതിട്ട് ഉണ്ടാക്കുക നമ്മൾ കുറുമ. അതിന് കുറുമ എന്ന് പറയും. ഒന്നിച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതൊന്ന് ഒരു വറവിടണം. അടുത്തത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് സവാള ഇടുക. ഞാൻ സവാള വെജിറ്റബിളിൻ്റെ കറീൻ്റെ കൂടെ ഞാൻ സവാള ഇട്ടിട്ടില്ല. ഒന്ന് നോക്കട്ടെ. ഒന്ന് നോക്കട്ടെ. മൂത്ത് വരുവാൻ നമുക്ക് നോക്കിട്ട് കാണാം. ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറൊന്നും ആവണ്ട. ഇനി അതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി വറക്കാൻ പാടില്ല കേട്ടോ. കുറച്ച് പച്ച മല്ലിയാണ്. 1 സ്പൂണോളം മല്ലിപ്പൊടി ഇട്ടുണ്ട്. കുറേ മല്ലിപ്പൊടി വേണ്ട, 1 സ്പൂണ് മല്ലിപ്പൊടി ഇടുക. അത് ചൂടാക്കൊന്നും വേണ്ട, ഉടനെ അതെടുത്ത് ഇനി കുറച്ച് ലോ ഫ്ലെയിമിൽ വെക്കുക. കുറച്ച് കുരുമുളക് പൊടി, അത് കഴിഞ്ഞ് കുറച്ച് ഗരം മസാല. ഇതൊന്ന് നല്ലോണം ചൂടാവണ്ട, ഒന്ന് ഫ്രൈ ഒന്നും അല്ല, നല്ലോണം ചൂടാക്കണ്ട, ഒന്ന് ആക്കുക. ഇത്രയും മതി. ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഒന്ന് ഇളക്കാം. അതിൽ മുളക് പൊടിയൊന്നും ഇല്ല. ഇനി കുറച്ച് മല്ലിയില, 2 തണ്ട് കറിവേപ്പിൻ്റെ ഇല ഇടുക. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ വെജിറ്റബിൾ കുറുമ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. ചപ്പാത്തി കുറുമ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.